ഒരു ദർസിലൊക്കെ ഒരു കോളേജിലൊക്കെ ചേരുമ്പോൾ എന്തുണ്ടാകുമ്പോൾ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും. LKG UKG 1ാം ക്ലാസ്സിലേക്ക് ചേർക്കുകയാണെങ്കിൽ പിന്നെ അവരെ എത്തിയാൽ മതി, തുടങ്ങിയാൽ മതി. കുറച്ച് ഓതി പഠിച്ചിടത്തേക്ക് ചേർക്കുമ്പോൾ എന്ത് ചെയ്യും? ഇവൻ ആ ക്ലാസ്സിക്ക് പറ്റുമല്ലേ എന്ന് നോക്കും. അങ്ങനെയാണല്ലോ. നമ്മൾ നിലമ്പൂര് നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്, മജ്മഅ അക്കാദമി. അപ്പോൾ അവിടെ കുട്ടികളിങ്ങനെ ചേർക്കുമ്പോൾ ഇൻ്റർവ്യൂ ഉണ്ടല്ലോ. ഒരു വാപ്പ കുട്ടിനെയും കൂട്ടി വന്നു. ഓനെ പരിശോധിച്ച് നോക്കുമ്പോൾ ഓനെ +1 പിന്നെ നമ്മളെ കിതാബോധനയ്ക്കാണ് ചേർക്കേണ്ടത്. ഓന് +1 പോയിട്ട് 7ാം ക്ലാസ്സിലേക്കുള്ളത് തന്നെ ഓൻ്റെ തലയിലില്ല. അപ്പം ചെറിയ ഉസ്താദ്മാർ ഇൻ്റർവ്യൂ നടത്തിയിട്ട് പറഞ്ഞു, പിന്നെ എന്നോട് പറഞ്ഞു, ഉസ്താദ് ഈ കുട്ടിക്കൊന്നും അറിയില്ല, പേരെഴുതി അഡ്രസ്സ് എഴുതി പറഞ്ഞിട്ട് അവൻ കൂടി കിട്ടണില്ല, പിന്നെ ഓനെ നമ്മളെങ്ങനെ ഈ ക്ലാസ്സിൽ എടുക്കുക. അപ്പോൾ കുട്ടികളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓൻ്റെ വാപ്പാനോട് പറഞ്ഞോളെന്നും പറഞ്ഞു. വാപ്പാനോട് ഇതാണ് പറഞ്ഞപ്പം വാപ്പാക്കാകാൻ പൊട്ടിത്തെറിച്ചു. മൂപ്പര് കുട്ടിൻ്റെ കയ്യും പിടിച്ചിട്ട് എൻ്റെ റൂമൊക്കെ വന്നിട്ട് എന്നോട് ചോദിച്ചു, അല്ലോ ഉസ്താദെ, നിങ്ങളിപ്പോൾ ഈ കോളേജ് ഉണ്ടല്ലോ, ഇത് പഠിച്ചവർക്ക് പഠിച്ചാനോ പഠിച്ചാത്തവർക്ക് പഠിച്ചാനോ? നിങ്ങൾക്ക് ചിരിച്ചാൽ മതി, നിങ്ങൾ ഇഞ്ച സ്ഥിതിയും കൂടി ആലോചിച്ചോളൂ. അപ്പം ഞാൻ എന്തേ പൊതുവെന്ന് ചോദിച്ചു. ഇവന് ഒരു വിവരമല്ല, ചെറിയൊരു ബുദ്ധി ഉണ്ടെങ്കിലും മന്ദബുദ്ധി എന്ന് അറിയാനാവില്ല. അങ്ങനെയാണ് ഇപ്പം ഞാൻ ഓനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ പഠിച്ചാത്തോലെ വെക്കൂലെന്നാണ്. ഞാൻ മൂപ്പരെ ഇരുത്തി, നിങ്ങൾ രണ്ടാളും കൂടി ഒരു കട്ടൻ ചായ എടുത്ത് ഒരു പകുതി മൂപ്പർക്കും കൊടുത്ത് പകുതി ഞാനും കുടിച്ചാലും കൂടി റാഹത്താക്കി. മൂപ്പരോട് ഞാൻ കങ്ങരികളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് മൂപ്പർക്ക് മനസ്സിലാകണില്ല. അപ്പം ഞാൻ പിന്നെ സമാധാനത്തെ പറഞ്ഞ്, ഒരു കാര്യം ചെയ്യാൻ നമുക്ക്, ഓനാണ് കുടി കൊണ്ടായിക്കളി, നിങ്ങൾ ഇവിടെ ചേർന്നോളി അറിഞ്ഞാൽ. അനന്തവനെ ചാടിപ്പോയി അങ്ങോട്ടായി ഇങ്ങോട്ടായി എന്നുള്ള കേസും മറ്റൊന്നും അതും ഉണ്ടാവില്ല. മനസ്സിലാക്കി. നമ്മളെ കുട്ടികൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് മോനെ ചേർക്കാൻ വേണ്ടി വന്ന മുത്തുനബിയോട് അന്ന് പറയാണ്, ഹിജ്റയുടെ 2ാം വർഷം, നബി തങ്ങൾ മദീനത്തെത്തിയ 2ാം കൊല്ലം, ഒരു ഉമ്മ വന്നിട്ട് മുത്തുനബിയോട് പറയാണ്, നബിയെ എൻ്റെ മോനെ ഇവിടെ ചേർക്കണം, അവന് 17 സൂറത്ത് ഖുർആനിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, ഓൻ ഖുർആൻ ഓതും. എങ്ങനെ? കമാ ഉൻസില അലൈക്കൽ കിതാബ്, വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട മഖാരിജുൽ ഹുറൂഫും സിഫാത്തുൽ ഹുറൂഫും ഒക്കെ ചേർത്ത് എങ്ങനെയാണോ ജിബ്രീൽ നിങ്ങൾക്ക് ഓതി തന്നത്, അതേപോലെ എൻ്റെ മോൻ 17 സൂറത്ത് ഓതും നബിയേന്നു. അതങ്ങ് കേട്ടപ്പോൾ സഭ അത്ഭുതപ്പെട്ടു. 13 തികയാത്ത ഒരു കുട്ടി അക്കാലത്ത് മദീനത്ത് 17 സൂറത്തെ ഹിഫ്ളാക്കാന്ന് പറഞ്ഞാൽ അത് ഉമ്മ പരിശ്രമിച്ചിട്ട് കൊടുത്തതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുട്ടിയോട് ഓതാൻ പറഞ്ഞു. സ്വഹാബാക്കളൊക്കെ സഭയിലുണ്ട്. അല്ലാഹു റബ്ബി, ആ കുട്ടി ഖുർആൻ ഇങ്ങനെയാണ് ഓതാൻ തുടങ്ങിയപ്പോൾ 17 സൂറത്ത് ഇങ്ങനെ ഓതുന്ന സമയത്ത് കേട്ട് നിൽക്കുന്ന കണ്ടു നിൽക്കുന്ന സ്വഹാബാക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്, ആ കുട്ടിയുടെ നാവിൽ നിന്ന് ചുണ്ടിൽ നിന്ന് ഖുർആനിന്റെ പദങ്ങൾ ആയാത്തുകൾ ഇങ്ങനെ ഉതിർന്ന് വീഴുമ്പോൾ അല്ലാഹു റബ്ബി, ആ കുട്ടിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അല്ലാഹു റബ്ബി, ആകാശപാളികൾ നക്ഷത്രങ്ങൾ ഉദിച്ചതുപോലെ ആ കുട്ടിയുടെ മുഖം, ആ കുട്ടിയുടെ കണ്ണ്, ആ കുട്ടിയുടെ ചുണ്ട്, നാവ് ഖുർആനിന്റെ കെലിമത്തുകളെ കൊണ്ട് പ്രകാശിക്കുകയാണ്. യാ റബ്ബ്, അതൊക്കെ ഓൻ്റെ പണിയാണ്, നിങ്ങൾ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. മനസ്സിലാക്കി. ഓരോന്നിനും ഏൽപ്പിക്കപ്പെട്ടവർ അതിൻ്റെ പണിയെടുക്കും. അത് തിരിച്ചേ മറിച്ചേ നന്നാക്കിയ എഴുത്തൊക്കെ ചെയ്തോട്ടെ, നമ്മളെ പണിയെടുക്കുക. എന്തെങ്കിലും ഒന്ന് കാണുമ്പോഴത്തേന് നിങ്ങൾ അങ്ങോട്ട് മറ്റോ ഇങ്ങോട്ട്, ഞാൻ എൻ്റെ കാര്യങ്ങളോട് ആദ്യം പറഞ്ഞേക്കണം. മനസ്സിലാക്കി. അപ്പോൾ അള്ളാഹു നമുക്ക് ഖൈർ തരട്ടെ. അപ്പോൾ ബഹുമാനപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കൽ വെച്ചുകൊണ്ട് ആ കുട്ടി 17 സൂറത്ത് ഇങ്ങനെ ഓതി തീരുന്നതോട് കൂടെ ഉമ്മ പറഞ്ഞു, നബിയെ എൻ്റെ മോനിക്ക് അറബി എഴുതാനും അറിയാവുന്നു. അതന്നത്തെ ഒരു വല്ലാത്ത അത്ഭുതമാണ്. ബദർ യുദ്ധത്തിൽ പിടിക്കപ്പെട്ടിരിക്കുന്ന ആളുകളെ റസൂലുള്ളാഹി തങ്ങൾ എഴുത്തും വായനയും പഠിപ്പിക്കാൻ വേണ്ടി ഏൽപ്പിക്കേണ്ട ആ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന കാലം. അപ്പൊ ഈ 13കാരനായ കുട്ടിക്ക് എഴുതാനും അറിയാവുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുട്ടിയെ കൊണ്ട് എഴുതിച്ചു. എന്താ അറബി വാക്യങ്ങൾ, ആയത്തുകൾ എങ്ങനെ എഴുതുന്നത്? നബി തങ്ങൾക്ക് അങ്ങേയറ്റം ഇഷ്ടമായി. ഇന്റർവ്യൂവിൽ ആ കുട്ടി വലിയ വിജയം നേടി. അള്ളാഹുവിന്റെ റസൂൽ ആ കൊച്ചു മോനോട് പറഞ്ഞു, തഅല്ലം ലീ ലുഗത്തൽ ഇൻജീൽ, മോനെ നീ എനിക്ക് വേണ്ടി ഇൻജീലിന്റെ ഭാഷ പഠിക്കണം. എന്താ കാര്യം? അന്ന് ഇൻജീലിന്റെ ഭാഷയും തൗറാത്തിന്റെ ഭാഷയുമായ ഇബ്രാനിയും സുരിയാനും ഒക്കെ സംസാരിക്കുന്ന ആളുകൾ മദീനയിലേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇസ്ലാം മതം ആശ്ലേഷിക്കുന്നതിന് വേണ്ടി ആളുകൾ പല ഭാഗത്തു നിന്നും വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവിടെ
ശറഇയായ ഉലൂമ് വിതരണം ചെയ്യണമെങ്കിൽ, ശറഇയായ ഇൽമ് പഠിക്കാൻ സാധിക്കണമെങ്കിൽ എന്തു വേണം? മറ്റു ഭാഷ സംസാരിക്കുന്ന ആളുകൾ വന്നാൽ അവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ പറ്റാവുന്ന കഴിവുള്ളവർ വേണം. അതാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ തഅല്ലം ലീ ലുഗത്തൽ ഇൻജീൽ, മോനെ നീ ഇൻജീലിന്റെ ഭാഷ പഠിക്കണം കേട്ടോ. ഇപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ കിതാബോധി പഠിക്കുമ്പോൾ അതിന്റെ കൂടെ ഏത് പഠിക്കാണ്? ഇംഗ്ലീഷ് പഠിക്കാണ്, ഉറുദു പഠിക്കാണ്, ഹിന്ദി പഠിക്കാണ്, കണക്ക് പഠിക്കാണ്, മാത്തമാറ്റിക്സ് പഠിക്കാണ്, സുവോളജി പഠിപ്പിക്കാണ്, ഓരോന്നും പഠിപ്പിക്കാണ്. ചില ആളുകളുണ്ട് അതൊന്നും പഠിച്ചാണെങ്കിൽ ഞാൻ ചെലവ് കൊടുക്കൂല. അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇപ്പൊ ഞാൻ അറിയണ ഒരു ദർസ്, ആ ദർസിലെ മുദരിസ് എന്ത് ചെയ്യുന്ന നിങ്ങള് കുട്ടികളെയും കൂട്ടിയിട്ട് അതിൻ്റെ അപ്പുറത്ത് ഒരു ടർഫുണ്ട്, എന്നല്ലേ പറയാ ഈ പന്തലിട്ടിങ്ങാട് പന്ത് കളിച്ചണേ, അതിനെന്താ പറയാ? അവിടെ ആഴ്ചയിൽ ഒരു ദിവസം മൂപ്പരെന്ത് ചെയ്യും, ഒരു 9 മണിക്ക് അദ്ദാതൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് രാത്രി ഈ കുട്ടികളെയും കൊണ്ട് ഉസ്താദും കുട്ടികളും ഒന്ന് കളിച്ചാൻ പോകും. അവിടെ കളി കഴിഞ്ഞ് ഇങ്ങനെ പോരും ചെയ്യും. വേറെ നാട്ടുകാരും കുട്ടികളൊന്നുമില്ല. ഒരു 3-4 കാരണന്മാർക്ക് അത് തീരെ പറ്റി. അങ്ങനെ പന്ത് കളിച്ചാൻ കൊണ്ടുപോകാം. മൂല്യാർ എന്ത് പഠിപ്പിച്ചാലും അവനെ പഠിപ്പിച്ചത് ഇവിടെ 7 ദിവസം പഠിപ്പിച്ചതെന്ന് നോക്കണ്ട. അങ്ങനെ ഉണ്ടല്ലോ ചില ആൾക്കാർ. ഞാൻ ഈ നിലമ്പൂർ ടൗൺ പള്ളിയിൽ ഒരു നോമ്പുറപ്പിക്കലുണ്ട്. ഒരു 300-350 ആള് നോമ്പുറക്കും. അങ്ങാടിയിൽ ഹോസ്പിറ്റലിൽ വെച്ചൊക്കെ വന്ന ആൾക്കാർ, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, ആ ചെറുകിട കച്ചവടക്കാരൊക്കെ നിൽക്കണോലൊക്കെ. അപ്പോൾ ഒരാളിൻ്റെ അടുത്ത് വന്നിട്ടാണ്, എന്ത് നോമ്പുറപ്പിച്ചാലോ ഉസ്താദ് നിങ്ങളത്? എന്തേ ചോദിച്ചു. അവിടെ നോൽക്കാത്തവരും തുറക്കണുണ്ട്. അപ്പം ഞാൻ ഇയാളോട് ചോദിച്ചു, അവിടെ ഇപ്പോൾ ഒരു 350 പൊതി ഭക്ഷണമാണ് നമ്മൾ കൊടുക്കണത്. അപ്പം നോമ്പ് നോൽക്കാത്തവരൊരു 100 ആളുണ്ടാവുമോ എന്ന് ചോദിച്ചാൽ 100ഒന്നുമില്ല. 50 ഉണ്ടാവുമോ ചോദിച്ചു. 50 ഒന്നും ഉണ്ടാവില്ല. എത്ര ഉണ്ടാവും എന്ന് ചോദിച്ചു. 2 ആളുണ്ട്. നിങ്ങൾ 2 ആള് നോൽമ്പ് നോൽക്കാത്തവർ തുറക്കണീനാണ് ഇപ്പം ആകെ നോമ്പുറ മുടക്കാനുള്ള വർത്താനമായിട്ട് ഇവർ വന്നിക്കണത്. കാരണവരായിട്ടും കാര്യമില്ല, എത്ര നിൽക്കരിച്ചിട്ടും കാര്യമില്ല. നമ്മൾ ഓരോരോ സംഗതികൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ ഈ ഇപ്പത്തെ കുട്ടികളെ ഒരു കുറച്ച് നേരത്തിന് ആ ഉസ്താദ് ഒരു ഹിക്മത്ത് കണ്ടതാണ്. എന്ത്? ആ പന്ത് കളിക്കാൻ ടർഫിന് ഉസ്താദും കുട്ടികളും കൂടി പോയിങ്ങാണ്ട് 1 മണിക്കൂർ കളിച്ചു പോരും. അവിടെ പെൺകുട്ടികൾ അതിൻ്റെ ഒപ്പം കളിച്ചണില്ല, നാട്ടുകാർ ആൺകുട്ടികളും കളിച്ചണില്ല. ചുരുക്കം പറയാം, അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ട് ആ മൂല്യാരപ്പം പിരിച്ചു വിട്ടു. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മളെ കുട്ടികളെ നമ്മൾ ഓരോ കാലത്തിനനുസരിച്ച് പഠിപ്പിക്കേണ്ട ചിലതൊക്കെ. അതാണ് റസൂലുള്ളാഹി തങ്ങൾ ഉമ്മയും ആങ്ങളാരും അമ്മമാരും ഒക്കെ പാടെ ചേർക്കാൻ കൊണ്ട കൂട്ടിനോട് റസൂലുള്ളാഹി തങ്ങൾ തഅല്ലം ലീ ലുഗത്തൽ ഇൻജീൽ, മോനെ നീ ഇൻജീലിന്റെ ഭാഷ പഠിക്കണം. എന്തുകൊണ്ട്? ഇൻജീൽ വിശ്വാസികളായ ആളുകൾ മദീനക്ക് അകത്തും പുറത്തും അല്ലാത്ത രാജ്യത്തു നിന്നും ഇസ്ലാമിനെ തേടി വന്നുകൊണ്ടേയിരിക്കുന്ന സമയമാണ്. ഒരാഴ്ച കൊണ്ട് ആ 13കാരനായ കുട്ടി ഇൻജീലിന്റെ ഭാഷ എഴുതാനും വായിക്കാനും സംസാരിക്കാനും പഠിച്ചുകൊണ്ട് മുഹമ്മദ് മുസ്തഫ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നീ തൗറാത്തിന്റെ ഭാഷയും കൂടി പഠിക്കണം. അല്ലാഹു റബ്ബി. ഇന്ന് രണ്ടും ചേർത്ത വിദ്യാഭ്യാസം കൊടുക്കുന്നത് പാരമ്പര്യം ഇല്ലാതെ അല്ല. പണ്ടൊക്കെ ഓതലെന്നെ, അന്ന് അത് മതിയായിരുന്നു. ഇപ്പാക്കാന്റെ പോത്തും വണ്ടിയാണ് അന്ന് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകല്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും അവിടേക്ക് ഞാൻ എത്തിക്കോളാം. തുടക്കത്തിൽ തന്നെ അയിമക്ക് എത്തിയാൽ അപ്പൊ ഇരിക്കട്ടെ, അള്ളാഹു ഖൈറ് തരട്ടെ. അപ്പോ പിന്നെ അള്ളാഹു തആല ഖൈറ് തരട്ടെ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മളിങ്ങനെ നോക്കുമ്പോൾ അന്ന് ഞാനൊക്കെ LP സ്കൂളിൽ പഠിച്ചിട്ടുള്ളൂ. ഞാൻ നിങ്ങൾ വിചാരിച്ച മാതിരില്ല, 4ാം ക്ലാസ് പാസ്സാണ്. ഉസ്താദിനോടല്ല പറഞ്ഞത്. 5ാം ക്ലാസ്സിക്ക് സ്കൂളിൽ പോകാൻ വേണ്ടി ഞങ്ങൾ 4 ആൾ തീരുമാനിച്ചു. ഞങ്ങളെ നാട്ടിൽ നിന്ന് 7 കിലോമീറ്റർ നടക്കണം, എന്നാലും പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളെ കൊടുത്തൊരു ഒരു ചങ്ങായി പോയിങ്ങാണ്ട് അവിടെ പോയി അന്വേഷിച്ച്. അപ്പം അന്ന് സ്കൂളിൽ ഉപ്പുമാവ് ഉണ്ടാവും, ഗോതമ്പത്തിൻ്റെ ഉപ്പുമാവ്. ഇന്നത്തെ മാതിരി ചോറല്ല, ഉപ്പുമാവ് ഒന്നുമില്ല. അന്നത്തെ ഉപ്പുമാവ് സ്കൂളിൽ നിന്ന് വാങ്ങിയിട്ട് പെരേക്ക് കൊണ്ടുവരും. കുടിയിലുള്ളവർക്കാർക്കും കൊടുക്കൂല, അവിടുന്ന് തിന്നൂല, ഒച്ചയുമ്പളി ഉണ്ടാക്കിങ്ങാണ്ട് പോയി. അങ്ങനത്തെ ഒരു കാലമാണ്. അപ്പം നമ്മൾ ഈ കൂട്ടത്തിൽ ഒരാൾ പോയി അന്വേഷിച്ചപ്പോൾ പറഞ്ഞു 5 മുതൽക്ക് ഉപ്പുമാവില്ല. അപ്പം ഞങ്ങൾ 4 ആളെയും കൂടി കൂട്ടിയിരുത്തിയിട്ട് ഇവൻ പറഞ്ഞു, എടാ നമ്മൾ പഠിച്ചാൻ തീരുമാനിച്ചിരിക്കണം, കാര്യം പറ്റിച്ചല്ലോ. അപ്പം എന്തേന്ന് ചോദിച്ചു. 5 ഉപ്പുമാവില്ലല്ലോ. അപ്പം ഞങ്ങൾ 4 ആൾ എന്നാൽ ഒരാൾ പഠിച്ചോട്ടെ, നമുക്ക് അതിനാവൂല. അന്ന് മക്കളെ ഉപ്പുമാവില്ലെങ്കിലും നിങ്ങൾ പഠിച്ചോളിം എന്ന് പറയാൻ നമ്മളെ നാട്ടിൽ അതിനൊരു മോട്ടിവേഷൻ നൽകാൻ ആരും ഇല്ലാത്ത കാലമാണ്. പക്ഷെ എൻ്റെ ഉപ്പാക്ക് എന്തോ ഒരു ഖൈറ് തോന്നി.
ഇപ്പൊക്കെ മരിച്ചുപോയി, അള്ളാഹു മൗഫറത്ത് കൊടുക്കട്ടെ. നമ്മളെ മാതാപിതാക്കൾക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. പട്ടിണിയുടെ പരിവട്ടം കണ്ട ആൾക്കാരാണ് അവർ. എന്നിട്ടും അവരൊക്കെ നമ്മളെ മദ്രസ പഠിപ്പിച്ചു. അവരൊക്കെ നമുക്ക് ഔറത്ത് മറക്കാൻ നല്ല വസ്ത്രം വാങ്ങി തന്നു. ഇന്ന് നമ്മളെ കുട്ടിയൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കുന്നത് ധാരാളത്തിൽ കഴിഞ്ഞിട്ടാണ്. അന്ന് അവർ ചോറ് വയ്ക്കാതെ കഞ്ഞി കുടിക്കാതെ കഷ്ടപ്പെട്ടിട്ട് അയിന്ന് ഉണ്ടാക്കിയിട്ടാണ് ഞമ്മക്കൊക്കെ എന്ത് വാങ്ങി മദ്രസക്ക് പരിസംഖ്യ കൊടുത്തത്, മറ്റ് ഫീസ് കൊടുത്തത്. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 9 മക്കളാണ്. ഞാൻ വീട്ടിൽ സെൻട്രൽ ഫോർവേഡാണ്. മേലെ നിന്ന് ഇങ്ങോട്ട് എണ്ണിയാലും 5-ാമത്തെ ആളാണ്, താഴെന്ന് മേപ്പോട്ട് എണ്ണിയാലും 5-ാമത്തെ ആളാണ്. അപ്പം ബാപ്പ ഇങ്ങനെ മക്കളാണെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും ചെറിയ മക്കളായതുകൊണ്ട് ഒക്കെ വയനാടമ്മള നാരായണത്തിന് കുറിച്ചമാതിരി ഏകദേശം ഒരു വലിപ്പ. അതിന് തപ്പിയപ്പോൾ ഇനിയാണ് കിട്ടിയത്. ഒരു കുട്ടിനെ കബറും പുറത്ത് ഓതാൻ വേണമെന്ന അവസ്ഥ. ഇപ്പം ബാപ്പ പറഞ്ഞ ഭാഷ എന്തായി, തലക്കും പുറത്ത് ഓതാൻ ഒരു കുട്ടി വേണമെന്ന്. അങ്ങനെ പിടിച്ചപ്പോൾ ഇനിയാണ് കിട്ടിയത്. അൽഹംദുലില്ലാ. ഇന്ന ദർസക്കാക്കി. അന്ന് ദർസിൽ ഏതാണ് ഇതന്നെ പഠിച്ചോളൂ. എന്തുകൊണ്ട്? കൂ 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 തീവണ്ടി, കൂക്കിപ്പായും തീവണ്ടി, കൽക്കരി തിന്നും തീവണ്ടി. നിലമ്പൂരിൽ നിന്ന് ഷൊർണൂർക്ക് പോണ ഒരു വണ്ടി ഉണ്ട്. അതേ കാസർകോട്ട് നിന്ന് ഇങ്ങോട്ട് എവിടേക്ക് പോകുന്നുണ്ട് ഒരു വണ്ടി, ഷൊർണൂർക്ക് വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട MA ഉസ്താദ് ആ ട്രെയിനിൽ കയറിയിട്ടാണ് മലപ്പുറത്തേക്ക് എവിടെ വരുന്നത്, വാളക്കുളം അബ്ദുൽ ബാരി അൽ മാപ്പാപ്പാൻ്റെ അവിടെയാണ് സമസ്തൻ്റെ ഓഫീസ്. 5 പൈസയാണ് അന്ന് സമസ്തൻ്റെ വരിസംഖ്യ. പരപ്പനങ്ങാടി സ്റ്റേഷനിൽ MA ഉസ്താദ് ഇറങ്ങിയിട്ട് വാളക്കുളത്തേക്ക് അന്നത്തെ 24 ഇന്നത്തെ 24 കിലോമീറ്റർ നടന്നു പോരില്ല. എന്നിട്ട് ഇവിടെ വന്നിട്ട് ആ കത്തുകളൊക്കെ പരിശോധിച്ചൊക്കെ റെഡിയാക്കി ജുമാക്ക് മുമ്പ് അതൊക്കെ ചെയ്ത് അബ്ദുൽ ബാരി മൗലിയാർ പാപ്പ പറഞ്ഞു കൊടുത്ത പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ അസറാകുമ്പത്തിന് ചെയ്ത് തീർത്തിട്ട് അങ്ങോട്ടും നടക്കും. എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് രാത്രി വരുന്ന വണ്ടിക്ക് കയറിയിട്ട് തിരിച്ച് കാസർഗോഡ് എത്തിയിട്ട് ദർസ് മുടങ്ങാതെ നടത്തും. അള്ളാഹുവെ ദർജ ഏറ്റി കൊടുക്കണേ അല്ലാ. അന്ന് ബ്രിട്ടീഷുകാർ കണ്ടുപിടിച്ച ഈ കൂക്കൂ തീവണ്ടി നമ്മളീ പോത്തും വണ്ടിയുള്ളൂ. ഇന്ന് അതല്ല, കേരളത്തിൽ 4 ഇന്റർനാഷണൽ എയർപോർട്ടാണ്. 4 ഇന്റർനാഷണൽ എയർപോർട്ടാണ്. ഞാൻ 1990 ആദ്യം ഹജ്ജിന് പോകുമ്പോൾ മർക്കസിന് SYSന്റെ അമീറായി പോകുമ്പോൾ 350 ആളുകൾ ഹജ്ജിനുണ്ടായിട്ട് കഅബ കണ്ട ഒരാളും അക്കൂട്ടത്തിലില്ല, ഞാനും ഇല്ല. എന്നോട് AP ഉസ്താദ് പറഞ്ഞപ്പോൾ പുറപ്പെട്ടതാണ്. അതേ സമയത്ത് ഇപ്പം ഈ കഴിഞ്ഞ കൊല്ലം നമ്മളെ കൂടെ പോരുന്ന 300 ആളോട് ഞാൻ ചോദിച്ചു, ആരെങ്കിലും മുമ്പ് ഉംറ ചെയ്തേക്കണോ ചോദിച്ചു. ചെയ്യാത്തവരാരുമില്ല. ആര്? വല്യന്മാരും വല്യപ്പാരും ഒക്കെ അടക്കം. അത്രയധികം യാത്രയും സൗകര്യമൊക്കെ ഉള്ള ഒരു കാലത്ത് നമ്മുടെ കുട്ടികൾ ഇപ്പം പഠിക്കുമ്പോൾ ഏതു വേണം? ഇപ്പം നമ്മൾ പഠിച്ചത്, അന്ന് നമ്മൾ പഠിക്കുന്നത് മലയാളത്തിൽ മാത്രം പറഞ്ഞു കൊടുത്താൽ മതി, നമ്മളെ നാട്ടിൽ തിരിഞ്ഞു കളിച്ചാൽ മതി. ഇന്ന് അതല്ല. ഇന്ന് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് 4 ഇന്റർനാഷണൽ എയർപോർട്ടുള്ള കാലമാണ്. അപ്പം ഇവർക്ക് പഠനം കഴിയുമ്പോൾ പല ലോകത്തേക്കും പോണ്ടി വരും. ഇൽമ് കിതാബിൽ നിന്ന് എടുക്കണം. ഇൽമ് എവിടെ നിന്ന് എടുക്കണം? കിതാബിൽ നിന്ന് എടുക്കണം. അതേ സമയത്ത് അത് ചെലവാക്കൽ എല്ലാ ഭാഷയിലും പഠിച്ചു. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കി നമ്മളിങ്ങനെ എഴുതാൻ വേണ്ടി തീരുമാനിച്ചാൽ അറബി ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഇത് അല്ലേ, അറബി ഇങ്ങനെ വലത്തുനിന്ന് ഇടത്തോട്ടാണ് ഇത്. അങ്ങനെ ഇൽമ് എടുക്കേണ്ടതൊക്കെ കിതാബിൽ നിന്നാണ്. കിട്ടിയ ഇൽമ് ചെലവാക്കാൻ പെടുന്ന അങ്ങോട്ടാണ്. ഇംഗ്ലീഷിൽ ചെലവാക്കാം, മലയാളത്തിൽ ചെലവാക്കാം, ഹിന്ദിയിൽ ചെലവാക്കാം, തമിഴിൽ ചെലവാക്കാം. ചെലവാക്കാനുള്ളത് എവിടെ വേണം? കയ്യിൽ വേണം. അപ്പം 2 വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് റസൂലുള്ളാഹിന്റെ അടുക്കൽ തൗറാത്ത് പഠിച്ച ആ കുട്ടി വന്നു. അല്ലാഹു റബ്ബി, ആ കുട്ടിയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഒരു കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദർസിൽ ഇങ്ങനെ പഠിക്കുന്ന മധ്യേ തൗറാത്തിന്റെയും ഇഞ്ചീലിന്റെയും ഒക്കെ ആളുകൾ വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മോനെ വിളിച്ചിട്ട് പറയും, മോനെ അവരുമായിട്ട് സംസാരിക്കുക, ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തിട്ട് ഇസ്ലാം മതം സ്വീകരിച്ച് അവർക്ക് തൗറാത്തിന്റെ ഭാഷയിൽ ഇഞ്ചീലിന്റെ ഭാഷയിൽ ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുക. പിന്നീട് ഇബ്നു അബ്ബാസ് തങ്ങൾ വന്നപ്പോൾ മൂപ്പരും അത് പഠിച്ചു. അല്ലാഹു റബ്ബി, അങ്ങനെ പലരും. അപ്പോ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർസിൽ 2 വിദ്യാഭ്യാസവും പഠിച്ചിരിക്കുന്ന ആ കുട്ടി ലോകത്തെ മുസ്ലിമീങ്ങളിൽ ഒരാൾക്കും കിട്ടാത്ത പദവിയിലേക്ക് ആ കുട്ടിയെ അല്ലാഹു തആല ഉയർത്തി. എന്താണ് ആ കുട്ടിക്ക് റസൂലുള്ള കൊടുത്ത പദവി? അല്ലാഹു റബ്ബി, മറ്റൊരു കുട്ടിക്കും കിട്ടാത്ത പദവിയാണ്. എന്തായിരുന്നു അത്? കാത്തിബുൽ വഹ്യ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നമ്മളൊക്കെ ഓതന മുസഹഫ്. അല്ലാഹു റബ്ബി, ലോകം മുഴുവനും ഇന്ന് നിലനിൽക്കുന്ന ഖുർആൻ നബിതങ്ങൾക്ക് വഹ്യ് വന്നാൽ അപ്പോ റസൂലുള്ള സയ്യിദിനെ വിളിക്കും, നബിതങ്ങൾ ഓതിക്കൊടുക്കും. നബിതങ്ങൾ ഓതിക്കൊടുത്തത് സയ്യിദ് റളിയല്ലാഹു അൻഹു എഴുതും, എന്നിട്ട് റസൂലുള്ളാഹിക്ക് അത് ഓതിക്കൊടുക്കും. അങ്ങനെ കാത്തിബുൽ വഹ്യ്, വഹ്യ് എഴുതി വെക്കുന്ന ആൾ എന്ന പദവി ഒരാൾക്ക് മാത്രമേ
ആകാശത്തിന് ചുവട്ടിൽ കിട്ടിയിട്ടുള്ളൂ. അത് കിട്ടിയ ആളാണ് ആ 13-കാരനായ ചെറുപ്പക്കാരനായ കുട്ടി സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഉമ്മാന്റെ പൊരുത്തത്തോടു കൂടെ ഓതാൻ പോയി. കുടുംബങ്ങളൊക്കെ ആ പൊരുത്തത്തിൻ്റെ ഒപ്പം നിന്നു. ഒരു കുട്ടിനെ ഓതാൻ പറഞ്ഞയക്കുമ്പോൾ ആ കുട്ടിയുടെ ഉയർച്ചയിൽ ഉസ്താദിന്റെ പൊരുത്തം വലിയ പങ്കാണ്. പ്രിയപ്പെട്ട മക്കളെ, നമുക്കൊക്കെ ഇൽമ് സമ്പാദിച്ച് ഉയരങ്ങളിലേക്ക് പോകാൻ നമുക്ക് വലിയ സമ്പാദ്യമാണ്. വേണ്ടപ്പെട്ട ആളുകൾക്ക് ഒരു ദുആ, ഒരു പൊരുത്തം. അൽഹംദുലില്ലാഹ്, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മുത്തനബിന്റെ മദീന പള്ളിയിലെ ദർസിൽ ചേർന്നിട്ട് ലോകോത്തര നിലവാരമെന്നല്ല, ഇന്ന് നമ്മുടെ കയ്യിലെ ഏത് മുസഹഫ് എടുത്ത് മറിച്ചു നോക്കിയാലും ആ മുസഹഫിന്റെ അവസാനത്തിൽ ഇതിന്റെ ആധികാരികത പറയുന്നിടത്തുണ്ടാകും. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു കാത്തിബുൽ വഹി, അവർ എഴുതി വച്ചിരിക്കുന്ന മുസാഫിന്റെ ബാക്കി കാര്യങ്ങൾ അവിടെ പറയും. അപ്പോൾ എൻ്റെ മുത്തഅല്ലിമീങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്, ചെറിയ പ്രായത്തിൽ നാം ഇൽമിനെ ബഹുമാനിക്കുക, ഇൽമിനെ സ്നേഹിക്കുക. ഒരുപാട് ബഹുമാനങ്ങളുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ പിന്നെ അൽക്കഹഫ് ഇപ്പം പള്ളിക്കൽ ഓതൽ കുറഞ്ഞു അല്ലേ? ഓതണ സമയത്ത് തന്നെ എങ്ങനെയാ ഓതുക? അൽക്കഹഫ് ഇങ്ങനെ മനോരമ പിടിച്ചണ മാതിരി ഇങ്ങനെ മടക്കിയാ പിടിച്ച മറ്റേ ഇതും പഠിച്ചു. ഓതനീൻ്റെ ഇടയിൽ മായസറൽ മുസ്ലിമീൻ കേട്ട ആ ജനൽമക്ക അങ്ങനെ തന്നെ അത് വെക്കും, പൂട്ടിയും കൂടി വെക്കൂല. പിറ്റത്തെ ആഴ്ച വരുമ്പോഴും കാണാം ജനൽമ അങ്ങനെ തന്നെ അല്ലേ? നമുക്ക് ആദരവ് പറ്റ കുറഞ്ഞു എല്ലാറ്റിനോടും. വിശുദ്ധ ഖുർആൻ എടുക്കുമ്പോൾ പഴമക്കാർ മുസാഫ് സൂക്ഷിക്കുന്ന ഒരു ഉറണ്ടേ, ആ ഉറയിൽ നിന്ന് മുസാഫ് ഇങ്ങനെ എടുക്കുമ്പോൾ ഉമ്മ വെച്ചിട്ടാണ് എടുക്കുക അല്ലേ? മുസാഫ് ഓതിക്കഴിഞ്ഞാൽ ഓതിയ ഭാഗം ഓതാത്ത ഭാഗം, ഇപ്പൊ നമ്മൾ താഴെ 15 മേലെ 15 നമ്മൾ അൽക്കഹഫാണ് ഓതുന്നത് അല്ലേ? എന്നാ ഈ ഭാഗമുണ്ട് ഈ ഭാഗമുണ്ട്. ഓതിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഓതിക്കഴിഞ്ഞാൽ വലഭാഗത്തിനെ ഇങ്ങോട്ട് പൂട്ടണം, ഓതിക്കഴിഞ്ഞതിനെ ഓതാത്തതിന്റെ മേൽ പൂട്ടി വെക്കണം. എന്തിന്? നാളെ വന്ന് മുസാഫ് എടുക്കുമ്പോൾ മുസാഫ് ഇങ്ങോട്ട് മറിക്കണം. അപ്പൊ വലഭാഗത്തേക്ക് മറിക്കണമെങ്കിൽ പൂട്ടി വെക്കൽ ഇങ്ങനെ വെക്കണം. മുസാഫ് ഇങ്ങോട്ട് പൂട്ടി വെച്ചാൽ നാളെ മറിക്കുമ്പോൾ ഇടഭാഗത്തേക്കാണ് മറിക്കുക. മദീനത്ത് മുസാഫ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ അറബ് രാജ്യത്തൊക്കെ നോക്കി മുസാഫുകളൊക്കെ കൃത്യത്തിൽ മാത്രമേ വെച്ച് കാണുള്ളൂ. മലയാളികളായ നമ്മളിലാണ് ഖുർആനിനുള്ള ആദരവ് കുറഞ്ഞു വരുന്നത്. ആക്രിക്കടയിൽ വിൽക്കാൻ കൊടുത്ത കൂട്ടത്തിൽ മുസാഫുണ്ട്. ട്രംപിന്റെ സ്വഭാവം, നെതന്യാഹുവിന്റെ സ്വഭാവമൊക്കെ നന്നാകണമെങ്കിൽ നമ്മൾ ഖുർആൻ എടുത്തുങ്ങാണ്ട് മര്യാദക്ക് ഓതൽ തുടങ്ങണം. അപ്പൊ ഓരോ സ്വഭാവം എന്തായാലും നമ്മൾ അല്ലാഹു തആല കാത്തുരക്ഷിക്കും. അല്ലാഹു തആല ഖൈർ തരട്ടെ. അപ്പൊ പ്രിയപ്പെട്ടവരെ, ദർസ് നടക്കുക പള്ളിയിൽ, അവിടെ മുത്തഅല്ലിമീങ്ങളെ കൊണ്ടുവന്ന് ചേർക്കുക. ഉമ്മ ചേർത്തിരിക്കുന്ന കുട്ടികൾ, ഉമ്മ പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ച, ഉമ്മ വളർത്തിയ മക്കൾ ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിയ ഒട്ടേറെ ചരിത്രമുണ്ട്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഉമ്മ വളർത്തിയ മോനാണ്. മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഉമ്മ വളർത്തിയ മോനാണ്. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ഉമ്മ വളർത്തിയ മോനാണ്. അല്ലാഹു റബ്ബി, അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളെ കണ്ണിന്റെ കാഴ്ച ചെറുപ്പത്തിൽ പോയിട്ട് സുബ്ഹാനല്ലാഹ്, ഇന്ന് ലോകം അറിയപ്പെടുന്ന മഹാനവറുകൾ, അവർ ക്രോഡീകരിച്ചിരിക്കുന്ന ഹദ്ദാദ് റാത്തീബ് ചൊല്ലാത്ത ഒരു രാജ്യം മുസ്ലിമീങ്ങൾ താമസിക്കുന്നിടത്ത് എവിടെയും ഇല്ല. മക്കത്തുൽ മുക്കറമയിൽ അല്ലാമ മുഹമ്മദ് മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവരെ ഹയാത്ത് സമയത്ത് അവിടുത്തെ വീട്ടിൽ ഹജ്ജിന് മുമ്പും ഹജ്ജിന്റെ ശേഷവും 2 സ്വീകരണ യോഗം ഉണ്ടാകും. ലോക പണ്ഡിതന്മാർ ഹജ്ജിന് വന്നിട്ടുണ്ട്, അവരെ സ്വീകരിക്കാൻ. താജുൽ ഉലമ ഉപ്പാപ്പയുടെ കൂടെ, സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ കൂടെ ആ സൽക്കാരത്തിന് പലപ്പോഴും പോകാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞങ്ങൾ ആ സൽക്കാരത്തിന് ചെല്ലുമ്പോൾ അവിടെ 60 രാജ്യങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാരുണ്ട്. ഇന്തോനേഷ്യക്കാരുണ്ട്, മലേഷ്യക്കാരുണ്ട്, സിംഗപ്പൂർക്കാരുണ്ട്, മൊറോക്കോക്കാരുണ്ട്, യമനികളുണ്ട്, GCCയുടെ രാജ്യങ്ങളിൽ നിന്നുണ്ട്, സൗദികളുണ്ട്. അല്ലാമ അലി സാബൂനി അവർകൾ മീറ്റിങ്ങിനുണ്ട്, തഫ്സീറുൽ ഖുർആൻ എഴുതിയ. അതേപോലെ തന്നെ മുഹമ്മദ് അബ്ദു യമാനി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ കിതാബ് മാർക്കറ്റിലെത്തിയാൽ അറബികൾ ചൂടപ്പം പോലെ അന്ന് തന്നെ ചെലവഴിച്ചു പോകും. അങ്ങനത്തെ ആലിം മറ്റുമാണ്. അവരൊക്കെ ഉണ്ട് ആ സഭയിൽ. അന്ന് ഇശാ നിസ്കാരം കഴിഞ്ഞ് മാലിക്കി തങ്ങൾ അൽ ഫാത്തിഹ ഹദ്ദാദാണ് തുടങ്ങുമ്പോൾ 60 രാഷ്ട്ര പണ്ഡിതന്മാരും ഹദ്ദാദ് ചൊല്ലുകയാണ്. ഹദ്ദാദ് ഇല്ലാത്തൊരു സ്ഥലമല്ല. നോക്ക് നിങ്ങൾ, അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒട്ടേറെ മഹാന്മാരെ ചരിത്രം നോക്കിയാൽ ഉമ്മ പൊരുത്തപ്പെട്ട് പഠിപ്പിക്കുന്ന മക്കൾ അവർ വളരും. മാതാപിതാക്കളെ
ഇന്നിപ്പം ഞാൻ പല വാപ്പാരോടും കുട്ടികളെ വർത്താനം എന്താണെന്ന് ചോദിക്കലില്ല. അപ്പണ് തുടങ്ങുമല്ലോ. കുട്ടികളെ കാര്യമൊന്നും പറയേണ്ട ഉസ്താദ്, നിങ്ങൾക്ക് അറിയില്ല ഇപ്പോഴത്തെ കുട്ടികൾ ഒന്നും ഒരു കുരുത്തത്തിലല്ല. കുട്ടികളെ കുറ്റപ്പെടുത്തിയിട്ടാണ് മുതിർന്ന ആളുകൾ സംസാരിക്കുന്നത്. ഇതൊരു നല്ല രീതിയല്ല. നമ്മളവരെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കിട്ടാൻ പോണത്? ആരെ ഇപ്പോൾ കുട്ടികളെ കോലത്തിലാക്കിയത്? ഓലെ ആയതോ നമ്മളാക്കിയത്? ഇതിപ്പോൾ കുട്ടികളും വലിയവരും കൂടിയുള്ള സഭയായതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കണില്ല. രക്ഷിതാക്കളെ മാത്രമാണെങ്കിൽ നമുക്ക് കുറച്ച് പറയും. അപ്പോൾ നോക്കണം നിങ്ങൾ, കുട്ടികളെ പറ്റി ചോദിക്കുമ്പോഴേക്ക് നമ്മൾ അങ്ങനെ ആക്ഷേപത്തിലേക്ക് കിടക്കല്ലേ. മാതാപിതാക്കൾ മക്കളെ ആക്ഷേപിക്കരുത്. മാതാപിതാക്കൾ ആ സമയം കൂടി എന്താ വേണ്ടത്? ആ സമയം കൂടി പറയേണ്ടത് മക്കളെ നന്നാക്കാനാണ്. നമ്മുടെ മക്കളാണ്. നല്ല മാതാപിതാക്കൾ നല്ല മനസ്സോടുകൂടെ മക്കളെ സന്തോഷിപ്പിച്ച് സ്നേഹിച്ച് മക്കൾക്ക് നല്ല സന്തോഷമുള്ള രീതിയിൽ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. മക്കളൊക്കെ നന്നാകും ഇൻഷാ അള്ളാഹ്. മക്കൾ ജീവിക്കുന്ന വളരുന്ന സാഹചര്യം നമ്മളിൽ നിന്ന് ചിലതൊക്കെ അപാകതകൾ പറ്റിയാൽ നമ്മൾ തിരുത്തണം. അപ്പൊ കുട്ടികളിലേക്ക് അള്ളാഹു തആല അതിന്റെ ഫലം കാണിച്ചു കൊടുക്കും. അല്ലാഹു റബ്ബി. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ മോനിക്ക് അമ്മിഞ്ഞപ്പാൽ കൊടുക്കുമ്പോൾ വുദുവോടുകൂടെ അല്ലാതെ കൊടുക്കാറില്ല. ഞാൻ എൻ്റെ മോനിക്ക് അമ്മിഞ്ഞപ്പാൽ കൊടുക്കുമ്പോൾ ഖിബിലക്ക് മുന്നിട്ടിരുന്നു കൊണ്ടല്ലാതെ കൊടുക്കാറില്ല. ഹൗലൈനി കാമിലൈൻ, പൂർണ്ണമായ 2 വർഷം ഞാൻ മോനിക്ക് അമ്മിഞ്ഞപ്പാൽ കൊടുത്തപ്പോൾ ഒരിക്കൽ പോലും ബിസ്മി ചൊല്ലാൻ മറന്നിട്ടില്ല. കുട്ടി അമ്മിഞ്ഞപ്പാൽ കുടിച്ചിട്ട് വയറ് നിറച്ച് കുട്ടി മുലക്കണ്ണ് ഉപേക്ഷിക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയാത്ത ഒരു ദിവസം 2 കൊല്ലത്തിനടക്ക് ഉണ്ടായിട്ടില്ല. മക്കളെ വളർത്തുന്നിടത്ത് ഉമ്മമാരുടെ പങ്ക്, ഉമ്മമാരെ വളർത്തുന്നിടത്ത് ബാപ്പാരുടെയും ഭർത്താക്കന്മാരുടെയും പങ്ക്, അവിടെയാണ് ഗർഭം മുതൽ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. അള്ളാഹു നമ്മളെ മക്കളെയൊക്കെ നന്നാക്കി തരട്ടെ. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഈ കുട്ടികളൊക്കെ നമ്മൾ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ തീർച്ചയായും നാട്ടിൽ മുതഅല്ലിമീങ്ങൾ ഉണ്ടാവട്ടെ. കിതാബ് അറിയുന്നതോടുകൂടെ ഇംഗ്ലീഷിൽ MA എടുത്തിരിക്കുന്ന പണ്ഡിതൻ, കിതാബ് അറിയുന്നതോടുകൂടെ BA എടുത്തിരിക്കുന്ന, BTech എടുത്തിരിക്കുന്ന, B.Ed എടുത്തിരിക്കുന്ന ആ പണ്ഡിതന്മാരെ ലോകം കാത്തു നിൽക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളൊക്കെ നല്ല പോലെ പഠിക്കണം. ലോകത്ത് 40 രാഷ്ട്രങ്ങൾ അറബി സംസാര ഭാഷയുള്ള നാടാണ് അല്ലേ? ഏകദേശം 100ഓളം രാജ്യങ്ങളിൽ ഏതുപയോഗിക്കുന്നുണ്ട്? അറബി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ നല്ല പോലെ കിതാബ് ഓതി പഠിച്ചാൽ ഉന്നത നിലവാരത്തിൽ ശമ്പളവും കാര്യങ്ങളും ഒക്കെ ഉള്ളിടത്ത് എത്തും. നമുക്ക് ആകെ ഇവിടുത്തെ മദ്രസയിൽ തന്നെ നിന്ന 90 റുപ്യ കിട്ടണ ഇത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് നിൽക്കണ്ട. പഠിക്കണ കാലത്ത് നല്ലോണം പഠിക്കുക. അള്ളാഹു തൗഫീക്ക് തരും. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ഞാനൊരു 4ാം ക്ലാസ്സുകാരനാണ്. വെറുതെ പറഞ്ഞതൊന്നുമല്ല, ഹക്ക് പറഞ്ഞതാ. ഇല്ലാത്ത പെണ്ട് പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. പക്ഷെ ഞാൻ 12 ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടത്തുന്നുണ്ട്. സീനിയർ സെക്കൻഡറി 12 ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ഉപദേഷ്ടാവും നേരെ സെക്രട്ടറിയും നേരെ സ്ഥാപകനും ഒക്കെ ആയിട്ടുണ്ട്. അവിടേക്കുള്ള പ്രിൻസിപ്പാൾമാർ നമ്മുടെ 10 ഇരട്ടി യോഗ്യതയുള്ള ആൾക്കാരാണ്. ഓരൊക്കെ നമ്മൾ ഭരിക്കുന്നുണ്ട് ആവശ്യത്തിന്. അവിടേക്കുള്ള ടീച്ചേഴ്സ് ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്. ഒരൊക്കെ എന്താക്കുന്നുണ്ട്, നമ്മൾ അത് കൊണ്ടുനടക്കുന്നുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഇതൊക്കെ ഒരു തൗഫീഖാണ്. എൻ്റെ അടുത്ത് വീണതല്ല, ഏതായാലും നോക്കാം. അപ്പോ ഇതൊരു തൗഫീഖ് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഉമ്മ എന്നത് ഒരു വല്ലാത്ത തൗഫീഖാണ്. ഉമ്മയുടെ ദുആ, വാപ്പാന്റെ ദുആ, അല്ലാഹു ഉസ്താദിന്റെ ഒരു പൊരുത്തം. എന്നോട് എൻ്റെ ഉസ്താദ് പറഞ്ഞു, മോനെ എൻ്റെ ശിഷ്യന്മാർ എന്ന് പറഞ്ഞ് ഞാൻ ദുആ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം നിന്റെ മുഖമാണ് വരിക എന്ന് പറഞ്ഞു. അത് പറയിപ്പിക്കാൻ നമുക്ക് കഴിയണം. എൻ്റെ ശിഷ്യന്മാർ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ദുആ ചെയ്യുമ്പോൾ നിന്റെ മുഖമാണ് ആദ്യം എൻ്റെ മനസ്സിൽ വരിക എന്ന് പറഞ്ഞു ഉസ്താദ്. എൻ്റെ ഉസ്താദ് അടുത്ത കാലത്ത് വഫാത്തായി. ബഹുമാനപ്പെട്ട കട്ടിപ്പാറ ഉസ്താദ്, അള്ളാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഞാൻ 5 കൊല്ലം ഉസ്താദിൻ്റെ അടുത്താണ് ദർസിൽ പഠിച്ചത്. അവിടെ നിന്നാണ് കോളേജിലേക്ക് പോയത്. ഞാൻ എൻ്റെ മുതഅല്ലിമീങ്ങളോട് പറയുന്നത്, ഉസ്താദിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യനാവണമെന്നാണ്. സ്വഭാവം കൊണ്ട്, പെരുമാറ്റം കൊണ്ട്, കിതാബോധി പഠിക്കൽ കൊണ്ട്, അച്ചടക്കം കൊണ്ട്, അല്ലാഹു റബ്ബി എല്ലാറ്റിലും
അങ്ങനെയുള്ള ഒരു നിലവാരത്തിലേക്ക് എത്തുമ്പോൾ മക്കളെ, നമ്മളെ കഠിനാധ്വാനത്തിനൊപ്പം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതോടൊപ്പം ഉസ്താദുമാരുടെ ഒരു ദുആ, അല്ലാഹു റബ്ബി, നമുക്ക് ഭക്ഷണം നൽകുന്ന ഉമ്മമാരും ഉപ്പമാരും വീടുകളിലുണ്ട്. യാ റബ്ബ്, കേരളത്തിലെ എല്ലാ ദർസും കേരളത്തിലെ എല്ലാ മദ്രസയും കേരളത്തിലെ പള്ളികളും നിലനിർത്തുന്നതിൽ നമ്മുടെ ഉമ്മമാരുടെ പങ്ക് വളരെ വലുതാണ് അല്ലേ? ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കണത് ആരാ? നിങ്ങൾ വിചാരിച്ചു നിങ്ങളും ഞാനുമാണ്. നമുക്ക് അരി വാങ്ങി കൊടുക്കാനേ പറ്റുള്ളൂ. അത് പെണ്ണുങ്ങൾ ചോറാക്കി തരുന്നില്ലെങ്കിൽ മൂല്യാർ വരുമ്പോൾ അരി കൊടുക്കേണ്ടി വരും. ഓരും നമ്മളും കൂടി സഹകരിച്ചിട്ട് നമ്മളെ പെണ്ണുങ്ങൾക്ക് അള്ളാഹു ഖൈറ് കൊടുക്കട്ടെ. നിങ്ങൾ ആമീൻ പറയാൻ മടിച്ച് നിൽക്കണ്ട. രണ്ട് കൂട്ടർക്കും ഖൈറ് തരണേ അള്ളാഹ്. ഇനിയിപ്പോൾ ഒരു കൂട്ടർക്ക് കിട്ടണേന് നിങ്ങൾ ബഹീൽത്തരം കാട്ടി ആമീൻ പറയാതൊക്കെ കാണിച്ചാൽ എല്ലാവർക്കും ആയിക്കോട്ടെ. അൽഹംദുലില്ലാഹ്. ഏത് നാട്ടിൽ പോയാലും ഭക്ഷണം ഉണ്ടാക്കി തരുന്നത്, ഇന്നിപ്പോൾ നമ്മൾ ഫാദിലല്ലേ, നമ്മളെ മലാഹിരിൻ്റെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് പോയി. എന്തൊക്കെ ഭക്ഷണമാണ് ആ വീട്ടുകാരുണ്ടാക്കിക്കണത്. അള്ളാഹു അവർക്ക് നീ റഹ്മത്ത് കൊടുക്കണേ അള്ളാഹ്. ഏത് നാട്ടിൽ പോയാലും നല്ല ഭക്ഷണം. നല്ല അമ്മമാരാകുമ്പോൾ അങ്ങനെയാണ്. അള്ളാ, നമ്മളോട് നാം മൊല്ലാക്കാം. മോലിയാർക്ക് ചിലവ് പറയാൻ കുറച്ച് വൈകി. രാത്രി ഉമ്മ ഉറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് മൊല്ലക്ക് പള്ളിക്കെന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞത് നാളെ ഉസ്താദന്മാർ ചിലവാണ്. അപ്പം ഞാൻ വല്യമ്മ വിചാരിച്ചു പഠിച്ചോനിഞ്ഞ് പോയി മുടക്കം പറയണ്ടെന്നാ ആയിക്കോട്ടെ. രാവിലെ നീച്ച് സുബൈ നിസ്കരിച്ചു. അപ്പോൾ മുസല്ലി സ്വലാത്ത് സുബൈ എന്നൊക്കെ പറഞ്ഞ് നിസ്കരിച്ചാൻ വേണ്ടി നിന്ന് വജ്ജത്ത് ഇങ്ങനെ ഓതിയപ്പം ആ പെണ്ണുങ്ങൾക്കൊരു ഓർമ്മ, 3 ഉസ്താദന്മാരാ 4 ഉസ്താദന്മാരാണാവോ. മാലിക്ക് യൗമിദ്ദീൻ എത്തിയപ്പോൾ അങ്ങനെ ഓർമ്മ വന്ന്, പോയ മുരാൾക്ക് മീൻ പറ്റൂലേനി, ഇയാൾക്ക് ഇനി എന്ത് കട്ടക്കാലാണാവോ. ഏതായാലും യഹ്ദിന സിറാത്തൽ മുസ്തഖീം വല്ല മുഫത്തിഷും മറ്റുമൊക്കെ വരുന്ന മാസമാണോ ദിവസമാണോ എന്നോ അതും അറിയില്ല. നിസ്കാരം കഴിഞ്ഞങ്ങാണ്ട് പിന്നെ ഒരിക്കൽ അമ്മ പറഞ്ഞു, ഇന്നത്തെ സുബയൊക്കെ ഉസ്താദിൻ്റെ ചിലവായിട്ട് പോയി മക്കളെയാണ്. ഞങ്ങൾക്ക് അങ്ങനത്തെ നമ്മളമ്മമാർ ചിലവ് പറയുമ്പോൾ ഒരു വീതം കയ്യോങ്ങി മുടക്കൂല. അങ്ങനെ ഏറ്റെടുത്തിട്ട് ഈ ഭക്ഷണം, എൻ്റെ പേരിൽ 4 മൂല്യന്മാർക്ക് ചിലവുണ്ട്. എൻ്റെ പള്ളിയിൽ ദർസ് നടക്കുന്ന സമയത്ത് ചിലവിലൊക്കെ ചോദിച്ചു, ഈ മുത്താലിമിയൊക്കെ ആരാ ഭക്ഷണം കൊടുക്കുക വെച്ചു. എത്ര കുട്ടികൾ ബാക്കിയുണ്ടോ അതിൻ്റെ പേരേക്ക് വന്നോട്ടെ. അത് നമ്മളെന്താക്കണം, മുന്നിൽ നിൽക്കണ പോലെ അങ്ങനെയാണ് പറയണം. അപ്പോൾ അള്ളാഹു തൗഫീക്ക് തരും. പക്ഷെ കുട്ടികൾ 10-30 വന്ന് ദർസിൽ ചേർന്ന് എനിക്കും ഒരു മുത്താലിമിനെ മാത്രമേ കിട്ടുകയുള്ളൂ. എല്ലാവർക്കും മുത്താലിമിങ്ങളെ നമ്മൾ മുന്നിൽ നിൽക്കുമ്പോൾ അള്ളാഹു. പിന്നെ ഇപ്പം എങ്ങനെ 4 ഉണ്ടായതെന്ന് വെച്ചാൽ, ഏതെങ്കിലും പേരിൽ ചിലവ് മുടങ്ങിയാൽ അവിടെ ആളില്ലെങ്കിൽ ബാക്കിയുള്ളത് കുട്ടികൾ സ്വീപ്പായത്. അപ്പം ഞാൻ പള്ളിക്കലും പറഞ്ഞു വെച്ചിങ്ങനെ സ്ഥാനോട് പറഞ്ഞു, ഏത് കുട്ടിക്ക് ഭക്ഷണമല്ലേ എൻ്റെ അടുക്ക് വരുന്ന കുട്ടീൻ്റെ ഒപ്പാണ് വിട്ടോളി. നമ്മളവിടെ ഞാൻ 4 നാൾ ഇപ്പോൾ ഒരിക്കൽ കണ്ടിക്കണേ നമ്മളെ പെണ്ണുങ്ങൾ എൻ്റെ മുമ്പ് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പെരുന്ന് നടത്തും. അപ്പം ഞാൻ ചോദിച്ചാൽ എന്തേന്നേരം അളക്കുന്നത്, ഇന്ന് ഉസ്താദന്മാരെ ചിലവാണ്. ഞാൻ പറഞ്ഞു, ഒരു ഉസ്താദ് ഇവിടെ അങ്ങനെ ഇരിക്കണുണ്ടല്ലോ, ഇജ്ജ് കാണുന്നില്ലേ. അപ്പം ഞാൻ പറഞ്ഞു, നമ്മളവിടെ ഇരുന്നിട്ട് കാര്യമില്ല, അത് ഉസ്താദന്മാരെ ഭക്ഷണം തന്നെ അന്ന് വേറെ തന്നെയാണ്. അത് പെണ്ണുങ്ങൾക്ക് കേൾക്കണമെങ്കിൽ ഭക്ഷണം നമ്മളെ വീട്ടുകാരി തന്നെ ഉണ്ടാക്കണം. അതൊക്കെയും പാത്രത്തേക്ക് വിളമ്പൽ ഓലെന്നെ വിളമ്പണം. അത് മൂടക്കൽ അതൊക്കെ മകളെ മരോളെ ഒന്ന് ഏൽപ്പിച്ചാൽ ഉമ്മാക്ക് എന്ത് വരില്ല, ഒരു മനസ്സിനൊരു സമാധാനം വരില്ല. അത്ര രീതിയിലാണ് നമ്മളെ പെണ്ണുങ്ങൾ ഉസ്താദന്മാർക്ക് ഈ ഖതീബുമാർ മുഴുവനും നിലനിൽക്കുന്നത്, ഈ മുഅല്ലിമീങ്ങൾ മുഴുവനും നിലനിൽക്കുന്നത്. ഈ വീടുകളിൽ ഭക്ഷണമുള്ള മുതഅല്ലിമീങ്ങൾ, പടച്ചോനെ ഞങ്ങളെ അമ്മമാർക്ക് റഹ്മത്ത് കൊടുക്കണേ അല്ലാ, ബർക്കത്ത് കൊടുക്കണേ അല്ലാ.